തന്നെ ആയത്തുള്ള ഖമനേയെ കൊന്നു ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയും മിക്ക മാധ്യമങ്ങളും. അത് സമ്മതിച്ചു കഴിഞ്ഞു. 40 ദിവസത്തെ ദുഃഖാചരണമുണ്ട്. അദ്ദേഹം നടത്തുമെന്ന് പറഞ്ഞ പ്രഭാഷണം ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം ഇല്ലാതായി കഴിഞ്ഞു. അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിച്ചത്? വളരെ തന്ത്രപൂർവം ആസൂത്രണം ചെയ്താണ് 86 വയസ്സുള്ള ആയത്തുള്ള അൽ ഖമനേയി അദ്ദേഹത്തെ തീർത്തത്. എനിക്ക് തോന്നുന്നു നിഴൽ യുദ്ധങ്ങളുടെ സൂത്രധാരൻ, നമ്മൾ പല വാർത്തകളിലും പറഞ്ഞ കാര്യമാണ്. നിഴൽ യുദ്ധങ്ങളുടെ സൂത്രധാരൻ, ലബനിൽ ഹിസ്ബുള്ളയെയും യമനിൽ ഹൂത്തികളെയും ഇറാഖിലും സിറിയയിലും സായുധ സേനകളെയും ഒക്കെ ഇവരെയൊക്കെ സംയോജിച്ചുകൊണ്ട് പിന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ, പ്രായം ഇത്രയൊക്കെ ആയാലും കൂർമ്മ ബുദ്ധിയിലും സർവനാശം വിതയ്ക്കുന്നതിലും പിന്നോട്ടില്ലാത്ത ഒരു മനുഷ്യൻ. അതാണ് 86 വയസ്സുള്ള ആയത്തുള്ള അൽ ഖമനേയി. ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ഖമനേയിയെ വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പൊ പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടുകൊണ്ടാണ് ഖമനേയിയെ വധിച്ചിരിക്കുന്നത്. ഈ 35 വർഷമായി ഇറാന്റെ പരമോന്നത നേതാവാണ്. 1939 ജനനം. ഷിയ മുസ്ലിം ആയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. വിശുദ്ധ ദേവാലയമായ പിന്നെ ഷിയയുടെ പിന്നെ വിശുദ്ധ ദേവാലയത്തിനടുത്തുള്ള മഷാദിൽ ആണ് അദ്ദേഹം ജനിച്ചത്. ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാടിയ ഒരു നേതാവ് കൂടിയാണ് ഖമനേയി എന്നാണ് പറയുന്നത്. 40 ദിവസത്തെ ദുഃഖാചരണം ഇറാനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ടിവിയിലെ കരയുകയാണ്. ഇപ്പോൾ ഈ തീർത്ത പുലിക്കുട്ടികൾ ആര് എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, മൊസാദ് അടക്കമുള്ളവർ ഇതിലുണ്ട്. ഇതിന്റെ ഒരു പ്രക്രിയ എങ്ങനെയെന്ന് വെച്ചാൽ ദിവസങ്ങൾ നീണ്ട നിരീക്ഷണം. അതായത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്, മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഇസ്രായേലിന് കിട്ടുന്നു. ഖമനേയിയും കുടുംബവും എവിടെയാണ്, പ്രധാനമായി അന്വേഷിച്ചത് ഖമനേയി എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഓഫീസിലുണ്ട്, സുരക്ഷിതമായ ഓഫീസ് കെട്ടിടം. ഈ കൊട്ടാരത്തിനകത്തുള്ള ഓഫീസ് കെട്ടിടം, കൊട്ടാരത്തിനകത്താണ് ഈ ഓഫീസ് കെട്ടിടം. അവിടെ ഖമനേയി ഉണ്ട് എന്ന് മിലിറ്ററി ഇന്റലിജൻസിന് വിവരം ലഭിക്കുന്നു. അതിനുശേഷം ദിവസങ്ങൾ നീണ്ട നിരീക്ഷണം. ഇയാൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ദിവസങ്ങൾ നീണ്ട നിരീക്ഷണം. ഈ നിരീക്ഷണത്തിന്റെ മുന്നോടിയായി ട്രാക്കിംഗ് സംവിധാനവും ഉണ്ടായിരുന്നു. അതായത് ആരെയൊക്കെ വിളിക്കുന്നു, എന്തൊക്കെ പറയുന്നു എന്നൊക്കെയുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പഴുതടച്ച്, അതായത് ഏത് രീതിയിൽ പിന്നെ ആക്രമിച്ചാലും ഇയാൾ രക്ഷപ്പെടരുത് എന്നുള്ള പഴുതടച്ചുള്ള ഒരു ആക്രമണമായിരുന്നു ഖമനേയിക്ക് നേരെ ഉണ്ടായത്. 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും 86 വയസ്സ് കഴിഞ്ഞ അപ്പൂപ്പൻ താടി വെച്ച ഈ അപ്പൂപ്പനെ കൊല്ല 86 സാർ 86 വയസ്സാണെങ്കിലും ഈ ഖമനേയിയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഒരു പരിധി വരെ ഈ കൈപ്പിള്ളയിൽ ഒതുക്കിക്കൊണ്ട് പോകാൻ, കാരണം ഇയാൾക്ക് കുറെ ശിങ്കിടികൾ, ഇയാൾക്ക് കുറെ അനുകൂലികൾ, ഇയാളെ സ്നേഹിക്കുന്ന കുറെ ജനതയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യുന്ന, സ്വന്തം ജീവൻ പോലും കളഞ്ഞത് ചെയ്യുന്ന ഒരു വിഭാഗം ജനത ഇറാനിലുണ്ട്. വയസ്സ് 86 ഉള്ളൂ. തലയ്ക്കകത്തുള്ള സാധനം എന്ന് പറയുന്നത് നല്ല കരുത്തുറ്റതാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് ഈ നിരീക്ഷണവും ട്രാക്കിംഗ് സംവിധാനവും ഒക്കെ നൽകിക്കൊണ്ട് ഇയാളെ കൊല്ലാനുള്ള കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത്. അല്ലെങ്കിൽ കളവനെ എന്നേ കൊല്ലായിരുന്നു എന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഇതിന് അമേരിക്കയുടെ ആവശ്യമൊന്നുമില്ല. മൊസാദ് വിചാരിച്ചാൽ ഇപ്പൊ പേജർ ബോംബുകൾ വരെ വച്ച് പിന്നെ ആക്രമണം നടത്തിയവരാണ് ഇസ്രായേല്. ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ബാത്റൂമിൽ പോകാൻ വരെ ഭയപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. കാരണം എവിടെ കൂടെയാണ് ഇത് പൊട്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ ബോംബുകൾ. അതുകൊണ്ട് ആ ഭയത്തിൽ കൂടി ഉണ്ടായിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ വലിയ സമയമൊന്നും എടുക്കണ്ട. പക്ഷേ ഇത്തരത്തിൽ ചില കാര്യങ്ങളുണ്ട്. പൊടുന്നനെ കൊന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അവിടത്തേക്ക് ആക്രമണം നടത്തിയത്. അമേരിക്കയും ആ കാര്യത്തിൽ മോശമൊന്നും കേട്ടില്ല. നമ്മുടെ ഒറിഗോണിലുണ്ടായിരുന്ന നമ്മുടെ ഓഷോ രജനീഷിനെ ഇങ്ങനെയല്ലേ കൊന്നത്? കൊടും വിഷം കുറേശ്ശെയായിട്ട് കൊടുത്ത് കൊല്ലുകയായിരുന്നല്ലോ ചെയ്തത്. അദ്ദേഹം തിരിച്ചു പിന്നെ പിണങ്ങി പൗനാർ ആശ്രമത്തിൽ, ഇവിടെ അദ്ദേഹത്തിന്റെ പൗനാർ ആശ്രമം പൂനെയിൽ അവിടെ വന്നു, അവിടെ വെച്ചാണ് മരിക്കുന്നത്.
അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവര് ഇതില് IDF, ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ് ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ കൊട്ടാരം ആക്രമിക്കുന്നതിന്റെ ഖമനേയി ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഒക്കെ ഉപഗ്രഹ ചിത്രങ്ങൾ കൃത്യമായി ഇസ്രായേൽ ശേഖരിച്ചതിന് ശേഷമാണ് ഈ നടപടികളിലേക്ക് അല്ലെങ്കിൽ അക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ തീർക്കുന്നതിലേക്ക് ഇസ്രായേൽ കടന്നത്. മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹത്തിന്റെ ചിത്രം നെതന്യാഹു തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഖമനേയിയെ കൊന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖമനേയിയെ കൊന്നു. മൃതദേഹവും കണ്ടെടുത്തു. മൃതദേഹത്തിന്റെ ചിത്രവും നെതന്യാഹു പുറത്തുവിട്ടിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ ടെഹ്റാനിലാണ് ഈ സംഭവം. ശനിയാഴ്ച പുലർച്ചെയാണ് ഇദ്ദേഹത്തെ കൊല്ലുന്നത്. ടെഹ്റാനെ മൊത്തത്തിൽ ഇസ്രായേൽ ആക്രമിച്ചു. ടെഹ്റാനിലെ ഒരു സ്ഥലത്താണ് ഇവർ യോഗം കൂടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യോഗം ചേർന്ന സ്ഥലത്ത് വെച്ചാണ് തീർത്തത്. മകള്, പേരക്കുട്ടി, മകളുടെ ഭർത്താവ്, മറ്റൊരു മകളുടെ ഭർത്താവ്, അങ്ങനെ ഇത്രയും പേരാണ് മരിച്ചിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തോടൊപ്പം ഭാര്യയുടെ വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഒന്നല്ല, 86 വയസ്സ് കുറെ ഉണ്ടാവും, 5-6 ഉണ്ടാവും. പരമോന്നത നേതാവല്ലേ, അതിലൊന്നും വലിയ കാര്യമില്ലായിരിക്കും. ഇത് മിലിറ്ററി ഇന്റലിജൻസ് ആണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചതും എല്ലാം മിലിറ്ററി ഇന്റലിജൻസ് ആണ്. ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് അവർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പിള്ളേര് കയറി പൂശി തീർത്തത്. അതിനുശേഷം ഇസ്രായേലിന്റെ പട്ടാളമാണ് തീർത്തത്. അവരാണ് അതിന് നേതൃത്വം നൽകിയത്. മിലിറ്ററി ഇന്റലിജൻസ് ആണ് കണ്ടെത്തിയത്. ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം ഇയാൾ എവിടെയൊക്കെ പോയി, എവിടെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് എന്നുള്ള മൊത്തം സംവിധാനങ്ങൾ കണ്ടെത്തി തീർത്ത് കെട്ടി. ഇറാൻ അതിനുശേഷം തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ശക്തമായ ആക്രമണം ഞങ്ങൾ ഇസ്രായേൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മയ്യത്ത് ഇപ്പൊ 40 ദിവസത്തെ ദുഃഖാചരണം ഒക്കെ നടത്തിയെങ്കിലും ഇറാൻ ഇതുവരെ മൃതദേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മൃതദേഹം എവിടെയാണ്, അത് ഇസ്രായേൽ കൊണ്ടുപോയി. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരത് കൊണ്ടുപോകും. കാരണം ഇവരുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഈ ഇറാൻ തടവിലാക്കിയിട്ട്, സാറിന് ഓർമ്മയുണ്ട്, ഹിസ്ബുള്ള കൊണ്ടുപോയി തടവിലാക്കിയ സംഭവങ്ങളുണ്ട്. 102 പേരെ എങ്ങാണ്ട്, എന്റെ ഓർമ്മ അതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഈ അന്ന് ഒക്ടോബർ 7-ാം തീയതി ആക്രമണം നടത്തിയതിനു ശേഷം പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഇറാൻ ഹമാസ് പിടിച്ചുകൊണ്ടുപോയിട്ട് അവരെ വിട്ടുകൊടുത്തില്ല. പിന്നീട് പട്ടിണിക്ക് ഇട്ട് കൊന്നിട്ടുണ്ട്. പല ആളുകളുടേക്കും കൊടുത്ത ആഹാരം, ജനിച്ച പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, അവരെ വെട്ടിമുറിച്ച് കറി വെച്ച് കൊടുത്ത് ഇത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളുകൾ പറയുന്നതാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്നത്, ഹമാസ് ചെയ്തതാണ്. അപ്പൊ ഈ ആഹാരം കഴിച്ച് ഇവരൊക്കെ ഛർദ്ദിച്ചപ്പോ ഇവർക്ക് വല്ലാത്ത വിമിഷ്ടം ഉണ്ടായി. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ കറി വെച്ച് കൊടുത്ത്. എന്താ അതേ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും അമേരിക്കയും പിന്നെ ഇസ്രായേലും കൂടി 114 പിഞ്ചു പെൺകുട്ടികളെ അവിടെ കൊന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഒരു യുദ്ധമാണ്. നമുക്ക് ആക്രമണം നടത്താൻ ക്രൂരമാണ്. അതില്ല എന്ന് പറയുന്നില്ല. അതിൽ ക്രൂരതയുണ്ട്, ക്രൂരമാണ്. അതുകൊണ്ട് ഇവര് ചെയ്തതിന് അവര് പകരം വീട്ടണം എന്നൊന്നുമില്ല. അവര് ചെയ്തതിന് ഇവരും പകരം വീട്ടണമെന്നില്ല. ഇത് ആണവായുധം, ഒരു ഇസ്ലാമിക രാജ്യത്തിന് ആണവായുധം വയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതിന്റെ ഒരു അമേരിക്കയുടെ ഒരു വല്ലാത്ത ഭയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതില്ല. അവർക്ക് നിലനിൽക്കണം. പാകിസ്ഥാനിലുണ്ട്. അത് ഇവര് തന്നെ കൊടുക്കുന്നതാണല്ലോ. അമേരിക്ക തന്നെ കൊടുത്ത് അമേരിക്കയുടെ തന്നെ കാവലാളുകൾ അവിടെ നിൽക്കുന്നതല്ലേ. അപ്പൊ ഇറാൻ പറയുന്നത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ ഒടുക്കത്തെ തുടക്കമാവാതിരുന്നാൽ മതി. ഒരാഴ്ചയോളം അവര് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകും എന്നാണ് പറയുന്നത്. ഇസ്രായേൽ പറയുന്നത് സൈനിക നടപടി ഞങ്ങൾ ഒരാഴ്ചയോളം നീട്ടും. ഇറാന്റെ സൈനിക കേന്ദ്രം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന് ഒരു ലക്ഷ്യം കൂടെ കാണും. ആ സമയം കൊണ്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ മുഴുവൻ തീർക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തങ്ങൾ പൂർണ്ണ സുരക്ഷിതരായെന്നുള്ള വിചാരം കൂടെ കാണും. അറിയില്ല. പിന്നെ ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഖമനേയിയെ ഇങ്ങനെ തീർത്തു. ഖമനേയി എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ പരമോന്നത നേതാവ് ആ സ്ഥാനത്ത് വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ വാർത്ത ഇടുമ്പോൾ പലരും അതിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നുണ്ട്.
പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയതായിട്ട് ആയത്തുള്ള ഖമനേയി ജനിച്ചത് ഇന്നലെയല്ല, അയാൾക്ക് 1.5 വയസ്സല്ല പുതിയതായിട്ട് പറയാൻ. അയാൾ 1 വർഷം മുമ്പ് നടത്തിയ കാര്യങ്ങളല്ല പുതിയതായിട്ട് പറയാനുള്ളത്. അയാൾ ജനിച്ച നാളെ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ അയാളുടെ ജീവിതത്തെ കുറിച്ച് വിവരിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ ആ പഴയ കാലം തൊട്ട് പറഞ്ഞാലേ ഇന്ന് നടക്കുന്നത് വരെ പറഞ്ഞു നിർത്താൻ കഴിയൂ. അപ്പോ ഇറാനായിട്ട് ഒരു കാര്യം പറയാം. ഇപ്പോ അയത്തുള്ള ഖൊമേനിയുടെ മകൻ 55 വയസ്സുള്ള ഒരു ആയത്തുള്ളയുണ്ട്. ആയത്തുള്ളമാർക്ക് അവിടെ മതഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കാൻ പറയും. അടുത്തതായിട്ട് ഈ 55 വയസ്സുകാരനായ 86 വയസ്സുകാരൻ ഖമനേയി ആയിരിക്കും 2021 അയാൾക്ക് ആയത്തുള്ള പദവി കിട്ടിയത്. അദ്ദേഹം ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ കൊന്ന ഒരു പുലിക്കുട്ടി കാണുമല്ലോ, ഖമനേയിയെ തീർത്ത ഒരു പുലിക്കുട്ടി കാണുമല്ലോ, അതാരാണ് എന്നുള്ളത് ഇനി പുറത്തു വരുമ്പോ, കാരണം ഇപ്പൊ പുറത്ത് ഞാൻ അറിയുന്നത് ഇസ്രായേലിലെ ലാബുകളിൽ വെച്ചിരിക്കുക. ചിലപ്പോ ഇതെങ്ങാണം വാലറ്റത്തുനിന്നെങ്ങാണം ജീവൻ വെച്ച് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇത് വെച്ച് ഒരു പക്ഷേ പിന്നെ എന്താ പറയാ ബാർഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം DNA പരിശോധന തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നടത്തും. മാത്രമല്ല ഇത് വെച്ച് അവർ ബാർഗെയിൻ ചെയ്യും. ഒന്നുകിൽ യുദ്ധം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം ഇല്ലാതാക്കണം, നിങ്ങൾ മൊത്തവും തകർത്ത് കളയണം, അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയണം എന്നൊക്കെയുള്ള ബാർഗെയിൻ ഉണ്ടാകും. മാസങ്ങളായിട്ട്, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇസ്രായേൽ മാസങ്ങളായിട്ട് നീണ്ട നിരീക്ഷണത്തിന്റെയും പ്ലാനിങ്ങിന്റെയും ഒക്കെ ഒടുവിൽ ആയത്തുള്ള ഖമനേയി ഈ ലോകം വിട്ട് സ്വർഗത്തിൽ ഹൂറികളോടൊപ്പം പാൽപ്പുഴയും മദ്യപ്പുഴയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആഘോഷിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സന്തോഷത്തോടെ സ്വർഗസ്ഥനായി. ഹൂറികൾ 72 ഹൂറികളോടൊപ്പമാണ് ഇവരുടെ ജീവിതം. രക്തസാക്ഷിയായാലേ അങ്ങനെ ഒരു ജീവിതം കിട്ടൂ. അപ്പൊ അദ്ദേഹം അവിടെ ആർമാദിച്ച് സന്തോഷിച്ച് അവിടെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ അദ്ദേഹം ജീവിക്കട്ടെ. അത് മാത്രമല്ല ഇറാനും ഇത് നേരത്തെ കണ്ടിരുന്നത് യുദ്ധം അനിവാര്യമാണെന്ന് അവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തിയതിന്റെ ഫലമാണ് ടെൽ അവീവിൽ വൻ സ്ഫോടനം ഉണ്ടാക്കിയത്. ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ പരിക്ക് ഇസ്രായേലിനെ ഏൽപ്പിക്കാൻ. ഇപ്പൊ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ പറയുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തു വിടരുത്, അതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയില്ല. പുറത്തുവിടരുത് ഇറാൻ തന്നെ പറയുക. അതിൽ വലിയ ആ ദൃശ്യങ്ങൾ പങ്കുവെക്കരുത്, ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. വളരെ ക്രൂരമായ ആക്രമണമായിരിക്കാൻ സാധ്യതയുണ്ട്. അറിയില്ല. എന്തായാലും യുദ്ധം ഇങ്ങനെ നീളുന്നത് ആർക്കും നല്ലതല്ല. ഒരു പരിഹാരം വേണം. അതിനായി ആരിറങ്ങി പുറപ്പെടും എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ ലോകമഹായുദ്ധമാണെങ്കിൽ ഒരു 4, 5, 6 വർഷം നമ്മളെ കോവിഡ് പിടിച്ചടക്കിയ അത്രയും കാലഘട്ടത്തിലേക്ക് പോകും. നാശമാണ്, നരകമാണ്, ഭീതിയാണ്. വാർ ഈസ് ടെറർ ആണ് നമ്മൾ ഓർക്കേണ്ടത്. വാർ ഈസ് ടെറർ. Absolutely right.